ബാരിക്കേഡുകൾ മാറ്റിവെച്ച് ഫാസ്ടാഗ് സംവിധാനം ഓഫ് ചെയ്ത് വാഹനങ്ങൾ കടത്തിവിട്ടു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും അടിപ്പാത നിർമ്മാണവും മൂലം യാത്രക്കാർ ദുരിതമനുഭവിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, യൂത്ത് കോൺഗ്രസ് നേതാവ് OJ ജനീഷ് എന്നിവരുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. ഇതിനുള്ളിൽ അടിപ്പാതകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തും. അടിപ്പാതകളുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ മാസങ്ങളായി ദേശീയപാതയിൽ തുടരുന്ന ഗതാഗതക്കുരുക്കിനും യാത്രാദുരിതത്തിനും ആശ്വാസമായിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബദൽ സംവിധാനം ഒരുക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കപ്പെടാതെ വന്നതോടെയാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത്. ടോൾ പിരിവ് നിർത്തിവെച്ചതിലൂടെ ആയിരക്കണക്കിന് യാത്രക്കാർക്കാണ് ഗുണകരമായത്. ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്ത് ഹർജിക്കാരും കോൺഗ്രസ് AIYF പ്രവർത്തകരും ടോൾ പ്ലാസയിലെത്തി വാഹനയാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തു. TCV ന്യൂസ്, പുതുക്കാട്. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ് വന്നതിനെ തുടർന്ന് ടോൾ പ്ലാസയിൽ ആഘോഷം. ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തിന്റെ നേതൃത്വത്തിൽ യാത്രക്കാർക്ക് ലഡ്ഡു വിതരണം ചെയ്തു. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ച നിർത്തിവെച്ചത് കൂട്ടായ വിജയമാണെന്ന്, ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഹർജിക്കാരൻ കൂടിയായ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 ആഴ്ച ടോൾ നിർത്തിവെച്ചതിന്റെ പണം പിന്നീട് ഈടാക്കാനുള്ള നീക്കമുണ്ടായാൽ എതിർക്കുമെന്നും ടാജറ്റ് പറഞ്ഞു. പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രീ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിൻ്റെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ടോൾ കമ്പനിയുടെ കരാർ ലംഘനത്തിനെതിരെ നിരന്തരമായ സമരങ്ങളും അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങളിലും. അപ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷമെന്ന് പറയുന്നത്, ഞങ്ങൾ ഈ 10 വർഷക്കാലമായി ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം ശരിവെക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നരകയാതന മുഴുവൻ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇത്രയും കാലം ടോൾ കൊടുക്കേണ്ടി വന്നു. ഇതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവാണെങ്കിലും അത് പുറത്തു വന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ അതിൽ മനസ്സിലാക്കുന്നത്, കരാർ കമ്പനി പണി പൂർത്തീകരിക്കാതെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറല്ല. താൽക്കാലികമായി ടോളുകൾ സസ്പെൻഡ് ചെയ്യുന്ന കാലാവധി കരാർ പ്രകാരം നീട്ടിക്കൊടുക്കാനുള്ള വ്യവസ്ഥ കരാറിൽ ഉണ്ട്. അതനുസരിച്ച് ഇപ്പോൾ കോവിഡ് സമയത്തും നമ്മുടെ പ്രളയ സമയത്തും മറ്റ് പല സമയങ്ങളിലും സസ്പെൻഡ് ചെയ്ത ആ കാലാവധി അവർക്ക് ഇവിടെ നീട്ടിക്കൊടുക്കും. സത്യത്തിൽ അത് അവർക്ക് ബമ്പറാണ്. ഇപ്പോൾ 95 രൂപ എന്നുള്ളത് 28 ആകുമ്പോൾ ചിലപ്പോൾ 125 രൂപയാണ്. അത്രയും കാശ് അവർക്ക് നീണ്ടു കിട്ടുക. അതിന് സമാനമായ രീതിയിൽ ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്ന ഈ 4 ആഴ്ച ഒരു കാരണവശാലും നീട്ടിക്കിട്ടാൻ അവർക്ക് അർഹതയില്ല. അത് ചെയ്യരുതെന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ആവശ്യം. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. സമിതി ഭാരവാഹികളായ TG അജോ ജോയ്, നെല്ലിശ്ശേരി എന്നിവർ ഈ ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ ഗതാഗത തടസ്സവും റോഡിന്റെ ശോചനീയാവസ്ഥയും സൂചിപ്പിച്ചാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. ടോൾ പിരിവ് പൂർണ്ണമായി നിർത്തണമെന്ന് ഏകലവ്യ കലാകായിക സമിതി ആവശ്യപ്പെട്ടു. നിരവധി വർഷങ്ങളായിട്ട് ടോള് പാലിയേക്കരയിൽ പിരിക്കുന്നതിനെതിരെ ഏകലവ്യ കലാകായിക സമിതി എന്നേക്കുമായി ടോൾ നിർത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ആവശ്യത്തിന് കോടതി 4 ആഴ്ചത്തേക്കാണ് ഇപ്പോൾ ടോൾ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂർ മുതൽ അങ്കമാലി വരെയുള്ള ഗതാഗതക്കുരുക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കുരുക്കാണ്. അതായത് ജോലിക്കാർക്കും ഇപ്പം ഞങ്ങളുടെ ആംബുലൻസ് വരെ പല ഗതാഗതക്കുരുക്കിൽ പെട്ടിട്ട് നിരവധി രോഗികളെ ഞങ്ങളെന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയങ്ങളിൽ അങ്കമാലിയിലും പൊങ്ങത്തും പേരാമ്പ്രയിലും ആമ്പല്ലൂരും നിരവധി സ്ഥലങ്ങളിലാണ് ഈ ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നത്. അതേമാതിരി ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ജോലിക്കാർക്കും കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ടോള് എന്നേക്കുമായി നിർത്തിവെക്കണമെന്നാണ് ഏകലവ്യ കലാകായിക സമിതിയുടെ ആവശ്യം. കോടാലി GLP സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു.
ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് പൂർണ്ണമായും നിലംപൊത്തിയത്. രാത്രിയിൽ വലിയ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറഞ്ഞു. സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകളും ഇതോടൊപ്പം പൊട്ടിവീണിട്ടുണ്ട്. രാത്രിയിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി. അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ്. സംയോജിതമായി അറ്റകുറ്റപ്പണി നടക്കാതിരുന്നതാണ് സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്ന് ആരോപണമുണ്ട്. 2015 പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 52 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് 2023 കോസ്ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഓഡിറ്റോറിയത്തിന്റെ GI ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച കണ്ടതിനെ തുടർന്ന് അന്നത്തെ PTA-യും വിദ്യാലയ സൗഹാർദ്ദ സമിതിയും അധികൃതരെ വിവരമറിയിക്കുകയും കോസ്റ്റ്ഫോർഡ് പ്രതിനിധികളെത്തി ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ചോർച്ചയുണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സംശയിക്കുന്നത്. TCV ന്യൂസ്, കൊടകര. കോടാലി ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ആവശ്യപ്പെട്ടു. സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 54 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ വൻ അപാകതയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഓഡിറ്റോറിയത്തിന്റെ മറ്റു ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്നും DCC ജനറൽ സെക്രട്ടറി ആരോപിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് തുടങ്ങിയവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിലെ സീലിംഗ് തകർന്നു വീണ കോടാലി GLP സ്കൂൾ KK രാമചന്ദ്രൻ MLA സന്ദർശിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ സംഘടനാ നേതാക്കളും MLA-ക്കൊപ്പം ഉണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചതായും MLA പറഞ്ഞു. അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഈ കാര്യം അറിയണതും ഉണ്ടാവണതും അല്ല. മറ്റു പരിപാടികളൊന്നും നടക്കാത്തൊരു ദിവസമായതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണത്തിൽ, കെട്ടിടത്തിന് വേറെ നിർമ്മാണത്തിലൊന്നും ഒരു അപാകതകളായിട്ട് ഇപ്പോൾ നമ്മളാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ. സീലിങ്ങിലും ആരും കണ്ടിരുന്നില്ല. വളരെ പെട്ടെന്നാണ് ഈ സീലിങ്ങിൻ്റെ വെയിറ്റൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ സീലിംഗ് വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. അടിയന്തരമായി അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കണം. വളരെ പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ച് കുട്ടികൾക്ക് ഇവിടെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഓഡിറ്റോറിയം ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പുലിയുടെ ആക്രമണം, വളർത്തുനായ്ക്ക് പരിക്കേറ്റു. വെറ്റിലപ്പാറ 15-ലെ കോയിക്കര സിജോയുടെ വീട്ടിലായിരുന്നു ചൊവ്വാഴ്ച രാത്രി പുലിയെത്തിയത്. സിറ്റൌട്ടിൽ കെട്ടിയിരുന്ന നായയെയാണ് ആക്രമിച്ചത്. ബഹളം കേട്ട് വീട്ടുകാർ ജനൽ തുറന്നു നോക്കിയപ്പോൾ നായയെ ആക്രമിക്കുന്ന പുലിയെയാണ് കണ്ടത്. ഒച്ചവെച്ചതോടെ പുലി ഓടിപ്പോവുകയായിരുന്നു. നായയുടെ കഴുത്തിന് കടിയേറ്റിട്ടുണ്ട്. വിവരമറിഞ്ഞ കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് നിർത്തിയിട്ടിരിക്കുന്ന സ്വകാര്യ ബസ് കത്തി നശിച്ചു. പുത്തൻചിറ മങ്ങിടി ജംഗ്ഷനിലെ PCK പെട്രോൾ പമ്പിനോട് ചേർന്നാണ് സംഭവം. പമ്പിന്റെ ഓഫീസിനോട് ചേർന്നുള്ള മുറിയിലേക്ക് തീ പടർന്നെങ്കിലും പെട്രോൾ പമ്പിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവാക്കി. സുഹൈൽ എന്ന ബസ്സിനാണ് തീ പിടിച്ചത്. പിണ്ടാണി സ്വദേശി ജിതിൻ സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് ബസ്സിന് തീപിടിക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. അപകട സമയത്ത് 6 ബസ്സുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബുധനാഴ്ച പുലർച്ചെ 3:00-ഓടെയായിരുന്നു സംഭവം. അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പെൻഷൻകാരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ദ്വിദിന സത്യാഗ്രഹം ആരംഭിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ, ജില്ലാ സെക്രട്ടറി KA ഫ്രാൻസിസ്, PS സുന്ദരൻ, K ഗിരീന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. സത്യാഗ്രഹം നാളെ ഉച്ചയ്ക്ക് സമാപിക്കും. ആലുവ പെരിയാറിന് കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്നത്തെ 2 ട്രെയിനുകൾ റദ്ദാക്കി. പാലക്കാട് എറണാകുളം മെമു, എറണാകുളം പാലക്കാട് മെമു എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. 3 ട്രെയിനുകൾ വൈകിയോടും. ഇൻഡോർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, സിക്കന്ദർബാദ് തിരുവനന്തപുരം സെൻട്രൽ ശബരി എന്നീ ട്രെയിനുകളാണ് വൈകിയോടുന്നത്.
പെരിഞ്ഞനം കൊറ്റംകുളത്ത് ക്ഷേത്രത്തിൽ മോഷണം. ഒരു പവൻ സ്വർണ്ണത്താലിയും ഭണ്ഡാരങ്ങളും കവർന്നു. കൊറ്റംകുളം പടിഞ്ഞാറ് ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ശ്രീകോവിൽ കുത്തിത്തുറന്ന് 2 ദേവിമാരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 1 പവന്റെ 2 സ്വർണ്ണത്താലിയും ഓഫീസ് മുറി കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 ചെറിയ ഭണ്ഡാരങ്ങളും കവർന്നു. തിടപ്പള്ളിയും സ്റ്റോർ റൂമും കുത്തിത്തുറന്ന നിലയിലാണ്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഴ കനത്തു പെയ്യുമ്പോൾ തകർന്നു വീഴാറായ വീട്ടിൽ ഭയത്തോടെ കഴിയുകയാണ് വയോധികരായ സഹോദരിമാർ. വെള്ളറക്കാട് പാരിക്കുന്നിൽ ചുള്ളിവളപ്പിൽ ഓമനയും കാർത്യായനിയുമാണ് അധികൃതരുടെ അവഗണനയിൽ ദുരിതം പേറി കഴിയുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് 75 വയസ്സുള്ള ഓമനയും 68 വയസ്സുള്ള കാർത്യായനിയും താമസിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തിൽ ഓമനയ്ക്ക് നടക്കാനും സ്വയം എഴുന്നേറ്റിരിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ്. 2 പേരും അവിവാഹിതരായതിനാൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമാണ്. ഇവർ താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ തകർന്ന് നിലംപൊത്താറായ സ്ഥിതിയിലാണുള്ളത്. വീടിന്റെ അവസ്ഥ അടുക്കള പൊട്ടി, പിന്നെ കിഴക്കേ ഭാഗം ആ സൈഡ് റൂം പൊട്ടി, അവിടെ ഓടൊക്കെ വീണു. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാതെയായി. മേൽപ്പുരൊക്കെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഓടൊക്കെ വീണു. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച് ഓടുമേഞ്ഞ വീട് 10 വർഷമായി വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ചുമരുകൾ പല ഭാഗങ്ങളിലും വിണ്ടുപൊട്ടിയിട്ടുണ്ട്. മേൽക്കൂരയുടെ ഉത്തരവും കഴുക്കോലുകളും പൊട്ടിയ നിലയിലാണ്. ഓടുകൾ പൊട്ടിയതിനാൽ ടാർപോളിൻ ഉപയോഗിച്ച് മേൽക്കൂര മൂടിയാണ് ചോർച്ച തടയുന്നത്. വാർഡംഗം രമണി രാജനോടും ഗ്രാമസഭയിലും നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും വീട് പുനർനിർമ്മാണത്തിന് പരിഗണിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. എന്റെ വീട് വീണെന്ന് രമണിയോട് വിളിച്ചു പറഞ്ഞപ്പോ രമണി ഞാൻ ആശ്രയയില് കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ ആശ്രയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശ്രയയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതേവരെ അവള് വന്ന് നോക്കിയിട്ടുമില്ല, പിന്നെ വിളിച്ചു ചോദിച്ചിട്ടുമില്ല. ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവള് പറയണത്. ഇപ്പൊ വീടാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണില്ലേ. പിന്നെ ഞാൻ നവകേരളയിൽ കൊടുത്തിട്ട് അവര് പറഞ്ഞു വന്ന് നോക്കിയിട്ട് കൂടിയില്ല. എന്നിട്ട് അവര് പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി. എന്നിട്ട് ഗ്രാമസേവനെ കണ്ടപ്പോ ഗ്രാമസേവൻ പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് അവരും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഇവർ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ താമസയോഗ്യമായ വീടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നിരസിക്കുന്നു എന്നാണ് പിന്നീട് മറുപടി ലഭിച്ചത്. വീട് കാണാതെയാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത്. ഒരു ദുരിതത്തിനായി കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. മാരകായുധങ്ങളുമായി 4 അംഗ ഗുണ്ടാ സംഘത്തെ പേരാമംഗലം പോലീസ് പിടികൂടി. വെളുത്തൂർ സ്വദേശി അനൂപ്, മനക്കൊടി സ്വദേശികളായ സ്റ്റീവോ, ശ്രീഹരി, പത്തനംതിട്ട സ്വദേശി കാർത്തിക് എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ അമലയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സംഘം സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. വരന്തരപ്പള്ളി സ്വദേശി രേവന്താണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ബിജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ചഞ്ചൽ, വിഷ്ണു എന്നിവർ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് പ്രതി അക്രമാസക്തനായി പെരുമാറിയത്. പിന്നീട് പുതുക്കാട് പോലീസിനെ വിളിച്ചു വരുത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നാടകപ്രവർത്തകൻ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്വയംപ്രഭ എന്ന പേരിൽ നാടക ട്രൂപ്പ് രൂപീകരിച്ച ഇദ്ദേഹം 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തു. 2020 സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി കൃഷ്ണൻകുട്ടിയെ ആദരിച്ചിരുന്നു. കൊടുങ്ങല്ലൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ ഭാഗമായ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ സർവീസ് റോഡിന്റെ പാർശ്വഭിത്തിയെ കോൺക്രീറ്റ് സ്ലാബ് നിലംപൊതിച്ചു. വൻ അപകടം ഒഴിവായി. ഇന്നലെ വൈകിട്ട് റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടയിലായിരുന്നു സംഭവം. ഇതുവഴി വന്ന ലോറി തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രധാന റോഡിൽ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന JCB തട്ടിയാണ് കോൺക്രീറ്റ് സ്ലാബ് നിലംപതിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോട്ടപ്പുറത്ത് നിർമ്മാണം നടക്കുന്ന റോഡിൽ കുഴിയിൽ വീണ് ലോറി അപകടത്തിൽപ്പെട്ടിരുന്നു. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിൽ സുരക്ഷാ മുൻകരുതലുകളില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്.
വെള്ളിത്തിരയുടെ നെയ്ത്തുകാരൻ നടൻ മുരളിയുടെ ഓർമ്മയ്ക്ക് ഇന്ന് 16 വർഷം. അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? ഐ സ്റ്റിൽ വാണ്ട് യു. എവിടെ ഏത് കേറിപ്പോയി ഒളിച്ചാലും ഒരു പോരുകാളയുടെ വീറോടെ ഞാൻ തേടിപ്പിടിക്കും. പരിരക്ഷിക്കാനല്ല, ശിക്ഷിക്കാൻ, പീഡിപ്പിക്കാൻ. അന്ന് എന്റെ കരുത്തിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടിയരയ്ക്കാൻ ഞാൻ ആദ്യം തേടുന്ന എന്തായിരിക്കും എന്ന് അറിയോ നിനക്ക്? നിന്റെ ഈ തല. കഴുത്തിന് മുകളിൽ അന്നോളം നീ ഇത് കാത്തു സൂക്ഷിച്ചോണം, പരിക്കുകളില്ലാതെ. കീപ് ഇറ്റ് ഫോർ മീ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ക്ലർക്കിൽ നിന്നും മലയാള സിനിമയുടെ എണ്ണം പറഞ്ഞ മഹാനടന്മാരിൽ ഒരാൾ. അഭിനയകലയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ അനശ്വര പ്രതിഭ. എന്നെ ചതിച്ചൂല്ലേ? എന്റെ മക്കളെ വിട്ട് പോയില്ലടി. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ദേഷ്യടാ, എനിക്ക് ദേഷ്യ. മലയാളിയുടെ സ്വന്തം മുരളി. മലയാള സിനിമയിൽ അയാൾ കെട്ടിയാടാത്ത വേഷങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. നെറ്റിയിൽ ഒരു വെട്ടുള്ള പരുക്കമായ ആ മുഖഭാവം കൊണ്ട് നിഷ്കളങ്കനായ കൂട്ടുകാരനായും പ്രണയമുള്ളിലൊതുക്കിയ കാമുകനായും വാത്സല്യമുള്ള കുടുംബനാഥനായും കർക്കശക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകനായും ചട്ടമ്പിയായ നാട്ടിൻ പുറത്തുകാരനായും മുരളി വെള്ളിത്തിരയിൽ പകർന്നാടി. ഭരത് ഗോപിയുടെ സംവിധാനത്തിൽ 1979 പുറത്തിറങ്ങിയ ഞാറ്റാടി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു. മലയാള സിനിമയും മലയാളിയും അത്രയും നാൾ കണ്ടുവന്ന നായക സങ്കല്പങ്ങളെയെല്ലാം പൊളിച്ചെഴുതുകയാണ് മുരളിയുടെ വരവോടെ സംഭവിച്ചത്. ചോക്ലേറ്റ് നായകന്മാർക്ക് മാത്രമല്ല, അല്പം ഗൗരവമുള്ള പരുക്കനായ കഥാപാത്രങ്ങൾക്കും ഏറെ ആരാധകർ ഉണ്ടാകുമെന്ന് തെളിയിച്ച വ്യക്തി. അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ 2008 പുറത്തിറങ്ങിയ മഞ്ചാടിക്കുരു എന്ന ചിത്രമാണ് അവസാനമായി അഭിനയിച്ചത്. കാലത്തിന്റെ തുരുമ്പ് പിടിക്കാത്ത ഓർമ്മകളിൽ ഇന്നും മരണമില്ലാതെ ഓരോ മലയാളികളുടെ മനസ്സിലും ജീവിക്കുകയാണ് ആ അനശ്വര നടൻ. സംസ്ഥാന വ്യാപകമായി സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് ആരംഭിക്കാൻ ബീവറേജസ് കോർപ്പറേഷൻ. ആദ്യ ഔട്ട്ലെറ്റ് തൃശൂരിൽ ആരംഭിച്ചു. ആദ്യമേ പറയട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല. മദ്യപിക്കുന്നവർക്കായി സംസ്ഥാന സർക്കാർ ബീവറേജസ് കോർപ്പറേഷൻ നൽകിയ പുതിയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. തൃശ്ശൂരിൽ ബീവറേജസ് കോർപ്പറേഷൻ്റെ സംസ്ഥാനത്തെ തന്നെ ആദ്യ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് തൃശ്ശൂരിൽ ആരംഭിച്ചിരിക്കുന്നു. 2 നിലകളിലായി 5000 സ്ക്വയർ ഫീറ്റിലാണ് ഷോറൂം ഉള്ളത്. വളരെ വില കൂടിയ മദ്യങ്ങൾ, അത് മാത്രമല്ല ഒരു നിശ്ചിത വിലയ്ക്ക് മുകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഏറ്റവും വില കുറഞ്ഞ മദ്യങ്ങൾ ഇവിടെ ലഭ്യമാവുകയില്ല. മറ്റൊരു പ്രത്യേകത, ഈ ഓരോ മദ്യക്കുപ്പിക്കും പ്രത്യേകം തന്നെ ടാഗ് സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് മദ്യക്കുപ്പിയുമായി ആർക്കും അങ്ങനെ എളുപ്പം അങ്ങനെ കടന്നു പോകാനൊന്നും സാധിക്കില്ല. ഷോറൂം ചാർജ് ദിവ്യ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം? അതെ, ആദ്യമായിട്ടാണ് കേരളത്തിന് ഇങ്ങനെ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് ആയിട്ട് തുടങ്ങുന്നത്. ഇതിൽ എല്ലാവർക്കും നേരെ കയറി വന്ന് 2 ഫ്ലോറിലായിട്ട് നേരിട്ട് മദ്യം വാങ്ങാനുള്ള സൗകര്യം ഒതുക്കിയിട്ടുണ്ട്. ടാഗ് ഒരു പുതിയ സംവിധാനമായി തോന്നി. ടാഗ് ഇട്ടത് ഇപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് ഇത് തടയാനായിട്ടാണ് ഈ ടാഗിൻ്റെ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അത് കാരണം കൊണ്ട് ഇപ്പോൾ ആരും എടുക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. അതിനൊരു BB സൗണ്ട് വരും, അപ്പോൾ മോഷണം തടയുക. എന്തായാലും ആദ്യ സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് സംസ്ഥാനത്ത് ആദ്യത്തേത്. ഇനി അടുത്തതായി കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, മൂന്നാർ എന്നിവിടങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഓരോ കമ്പനിക്കും പ്രത്യേകമായി അവരുടെ ബ്രാൻഡ് കാണിക്കാനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകമായ ഫീസും ബീവറേജസ് കോർപ്പറേഷനിലേക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടറിനോടൊപ്പം മുകേഷ് ലാൽ. ഓണം അലവൻസ് അനുവദിക്കണമെന്ന് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വൈസ് പ്രസിഡന്റ് VV അച്യുതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AO വർക്കി അധ്യക്ഷനായി. TB രവി, TH വിശ്വംഭരൻ, M ബാലസുബ്രഹ്മണ്യൻ, PC രവി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ
ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ദേശീയ കൈത്തറി ദിനം അടുക്കുമ്പോൾ പ്രശസ്തമായ കുത്താമ്പുള്ളി എരവത്തൊടി നെയ്ത്ത് ഗ്രാമം കണ്ണീരിലാണ്. അധികാരികളുടെ അവഗണനയിൽ ഈ പാരമ്പര്യ വ്യവസായം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു. നെയ്ത്തുകാരുടെ ജീവിതം പട്ടിണിയിലും ദുരിതത്തിലുമാണ്. TCV വാർത്താ സംഘം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കൈത്തറിക്ക് പെരുമകേട്ട തിരുവില്ലോമല കുത്താമ്പുള്ളി ഗ്രാമം ഇന്ന് ദുരിതക്കയത്തിലാണ്. ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കാൻ രാജ്യമൊരുങ്ങുമ്പോൾ ഇവിടെ നെയ്ത്തുകാരുടെ ജീവിതം ഊടുപാവും ഇഴചേരാതെ വേർപെട്ടു നിൽക്കുന്നു. 70 വർഷത്തിലേറെയായി ഈ ഗ്രാമത്തിന്റെ ജീവനാഡിയായ 3 കൈത്തറി സംഘങ്ങൾ അധികാരികളുടെ കെടുകാര്യസ്ഥതയിൽ തകർച്ചയുടെ വക്കിലാണ്. ഒരു ജനതയുടെ ജീവിതവും പാരമ്പര്യവും കൂടിയാണ് ഇവിടെ മരണശയ്യയിലാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഹാൻടെക്സ് അടക്കം ഈ സംഘങ്ങൾക്ക് കോടികളാണ് കുടിശ്ശിക നൽകാനുള്ളത്. 10 ലക്ഷം രൂപയുടെ തുണിയെടുത്താൽ വെറും 2 ലക്ഷം മാത്രം നൽകി ഹാൻടെക്സ് നടത്തിയ കൊള്ള ഈ സൊസൈറ്റികളുടെ നട്ടെല്ലൊടിച്ചു. കൂടാതെ എല്ലാ ആഘോഷവേളകളിലും സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന 20% റീബേറ്റ് ഇനത്തിലും കോടിക്കണക്കിന് രൂപ വ്യവസായ വകുപ്പ് നൽകാനുണ്ട്. സർക്കാർ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും കടലാസുകളിൽ ഒതുങ്ങിയപ്പോൾ ഇവിടെ നെയ്ത്തുകാർ പട്ടിണിയിലായി. കൈത്തറി സംഘങ്ങളിലെ തൊഴിലാളികൾ കഴിഞ്ഞ 3 വർഷത്തോളമായി ശമ്പളമില്ലാതെയാണ് ജീവിതം തള്ളി നീക്കുന്നത്. ശമ്പളം മുടങ്ങിയതോടെ പലരും കടക്കിണിയിലായി. തൊഴിലാളികൾക്ക് കൂലി നൽകാനോ നൂലും പാവും അടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനോ സംഘങ്ങൾക്ക് കഴിയാതെയായി. ഇതോടെ നെയ്ത്തുകാരിൽ പലരും തൊഴിലുപേക്ഷിച്ച് മറ്റു ജോലികൾ തേടിപ്പോയി. ഒരു പാരമ്പര്യ തൊഴിൽ മേഖലയെ ഇല്ലാതാക്കിയതിന് പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് തൊഴിലാളികൾ വേദനയോടെ പറയുന്നു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം തിരിച്ചുപിടിക്കാനായി നെയ്ത്തുകാർ അവസാന പ്രതീക്ഷയോടെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരു മറുപടി പോലും ലഭിക്കാതെ ആ പരാതി ഫയലിൽ ഒതുങ്ങി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനുള്ള വേദിയെന്ന് കൊട്ടിഘോഷിച്ച നവകേരള സദസ്സ് പ്രഹസനം മാത്രമായിരുന്നുവെന്ന് സൊസൈറ്റി സെക്രട്ടറിമാർ പറയുന്നു. കേരളത്തിലുള്ള പ്രാഥമിക കൈത്തറി സംഘങ്ങൾ ഈ ഉത്സവ സമയങ്ങളിൽ റിബേറ്റ് കൊടുത്ത ഇനത്തിൽ സർക്കാർ കൊടുക്കേണ്ട കുടിശ്ശികകൾ ഈ ചെറിയ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് നിരസിക്കാതെ അതെല്ലാം പുനഃപരിശോധിച്ച് എത്രയും വേഗം ആ റിബേറ്റ് സംഖ്യ സംഘങ്ങൾക്ക് കൊടുക്കുകയും അതുപോലെ ഈ അപസ്ഥാപനമായ ഹാൻഡെക്സ് നമ്മുടെ പ്രാഥമിക കൈത്തറി സംഘങ്ങൾ ജൗളി കൊടുത്ത വകയിൽ കൊടുക്കുവാനുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 40 കോടി രൂപയാണ് ഹാൻഡെക്സ് നമ്മുടെ കേരളത്തിലെ കൈത്തറി സംഘങ്ങൾക്ക് നൽകേണ്ടത്. ോളമായി ഇവരുടെ സ്റ്റാഫിൻ്റെ സാലറികൾ കൊടുക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. അതായത് നെയ്ത്ത് തൊഴിലാളികൾക്ക് തന്നെ കൂലി കൊടുക്കാനോ അവരുടെ അസംസ്കൃത സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. പക്ഷെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ഇവിടുത്തെ 3 നെയ്ത്ത് സ്റ്റാഫുകൾ, അതായത് ജീവനക്കാർ, അവർ ഒരു വർഷത്തോളമായി അവർ ശമ്പളം ഇല്ലാതെ തന്നെ സേവന മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ചവരാണ്. സാമ്പത്തികം വന്നാൽ തന്നെ നെയ്ത്ത് തൊഴിലാളികൾക്ക്, അതായത് അവരുടെ കൂലി കൃത്യമായി കൊടുത്താൽ തന്നെ മറ്റ് കൂലിനെ അപേക്ഷിച്ച് കുറഞ്ഞാണെങ്കിലും ഈ തൊഴിലാളികൾ നെയ്ത്ത് പ്രവൃത്തിയെടുക്കാൻ സന്നദ്ധമാകും. അപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന റിബേറ്റ് സംഖ്യ കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുക, ഹാൻഡെക്സ് നിന്ന് കൊടുത്ത തുണി കൊടുത്ത വകയിൽ കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുക, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കുറച്ചു കാലം കൂടെ ഈ തൊഴിൽ അന്യം നിന്ന് പോകാതെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. കൈത്തറിക്ക് പേരുകേട്ട ഗ്രാമമെന്ന് ഔദ്യോഗികമായി അറിയപ്പെടുമ്പോഴും കൈത്തറി വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ കുത്താമ്പുള്ളിയിലെ 3 സംഘങ്ങളും പൂർണ്ണമായി അടച്ചുപൂട്ടും. ഒരു ജനതയുടെ പാരമ്പര്യവും അതിജീവനവും തകർക്കുന്ന അധികാരികൾക്കെതിരെ രോക്ഷം പടരുകയാണ്. TCV ന്യൂസ്, തിരുവല്ലോമല. ലോകമനസാക്ഷിയെ ഞെട്ടിച്ച ഹിരോഷിമ ഭീകരതയുടെ ഓർമ്മയ്ക്ക് ഇന്നേക്ക് 80. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. വരന്തരപ്പള്ളി സ്വദേശി രേവന്താണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ബിജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ചഞ്ചൽ, വിഷ്ണു എന്നിവർ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് പ്രതി അക്രമാസക്തനായി. പിന്നീട് പുതുക്കാട് പോലീസിനെ വിളിച്ച് വരുത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
എളവള്ളയിൽ ഡിജിറ്റൽ ലാൻഡ് സർവേ ആരംഭിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ റേഞ്ച് സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ എം മണിക്കുട്ടൻ, തഹസിൽദാർ CR ജാസൻ, വില്ലേജ് ഓഫീസർ TV ജോയ് C തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി ബോയ്സ് LP സ്കൂളിലെ 40ഓളം കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം നൽകി. സ്കൂൾ തുറന്ന് 3 മാസം കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് യൂണിഫോം ലഭിക്കാത്തതിനെ തുടർന്നാണ് PTA ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സാമൂഹിക പ്രവർത്തകനായ ഓട്ടുപാറ പരുത്തിപ്ര സ്വദേശി സൈഫുദ്ദീനെ അറിയിച്ചത്. തുടർന്ന് സ്കൂളിലെ 40ഓളം കുട്ടികൾക്ക് 2 ജോഡി യൂണിഫോം വീതം ഇദ്ദേഹം സ്പോൺസർ ചെയ്യുകയായിരുന്നു. യൂണിഫോമിന്റെ വിതരണോദ്ഘാടനം സൈഫുദ്ദീൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സിറാജ് മാരത്ത് അധ്യക്ഷത വഹിച്ചു. ബോയ്സ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്റ്റെല്ല, ശ്രീനാഥ് B, ലീല തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ +1 വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. താമരയൂർ ഹരിദാസ് നഗറിൽ വൈശ്യം വീട്ടിൽ നൌഷാദിന്റെ മകൻ ഷഹീനാണ് മരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ പരീക്ഷണജാലകം എന്ന പരിപാടി വാർഡ് മെമ്പർ ഷാനി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിനി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഡെനീഷ് ജോസ്, MPTA പ്രസിഡന്റ് KP പ്രവീണ, സിസ്റ്റർ ജസ്റ്റീന തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികൾ തയ്യാറാക്കി അവതരിപ്പിച്ച പരീക്ഷണങ്ങളുടെ പ്രദർശനവും നടന്നു. സംസ്ഥാന CBSE കബഡി ടൂർണമെന്റിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലെ സ്കൂളുകളുടെ ക്ലസ്റ്റർ 10 മത്സരങ്ങളുടെ ഉദ്ഘാടനം തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പാടൂക്കാട് കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റിൽ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ പ്രസിഡന്റ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ നഗരവികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്യാമള മുരളി, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സാദിഖ് അലി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 500 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ വ്യാഴാഴ്ച സമാപിക്കും. തമിഴ്നാട്ടിലെ കരൂർ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള കൂറ്റൻ ഊട്ടുവിളക്ക് തൃശൂരിൽ നിന്നും. 12 അടി ഉയരം, 1475 കിലോ തൂക്കം, അതിഭീമാകാരമായ ഒരു ഓട്ടുവിളക്ക് തൃശ്ശൂരിന്റെ സാംസ്കാരിക പെരുമ വിളിച്ചോതിക്കൊണ്ട് തമിഴ്നാട്ടിലെ കരൂർ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഈ വിളക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതിമനോഹരമായ ഈ വിളക്കിൽ 5 തട്ടുകൾ, ഈ 5 തട്ടുകളിലായി 109 വിളക്കുകൾ, 108 ചെറിയ വിളക്കും ഒരു വലിയ വിളക്കുമായി. ഇരിങ്ങാലക്കുട നടവരമ്പിൽ നിർമ്മിച്ച ഈ വിളക്കിനെ കുറിച്ച് പാർട്ട്ണർമാരിലെ ആളായ വിജയ് തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. ഈ വിളക്ക് 20 ദിവസം കൊണ്ടാണ് നമ്മൾ പണി പൂർത്തിയാക്കിയത്. 15 പണിക്കാരുണ്ടായിരുന്നു. ഇത് അപൂർവമായിട്ടുള്ള വിളക്കാണ്. ഇത് 3ാമത്തെ വിളക്കാണ് നമ്മൾ പണിത് കൊടുത്തുള്ളത്. ഏറ്റവും ആദ്യം നമ്മൾ മലേഷ്യയിലേക്ക് അയച്ചിരുന്നു. 2ാമത് ബോംബെയും, ഇത് ട്രിച്ചി ആണ് അയക്കുന്നത്. അപ്പോൾ എല്ലാം വടക്കുന്നാഥൻ്റെ ഒരു അനുഗ്രഹം അങ്ങനെയാണ് കരുതുന്നത്. തൃശ്ശൂരിന്റെ സാംസ്കാരിക പെരുമയും പൈതൃകവും വിളിച്ചോതിക്കൊണ്ട് അതിഭീമാകാരമായ ഈ ഓട്ടുവിളക്ക് തമിഴ്നാട്ടിലെ കരൂർ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക്. TCVക്ക് വേണ്ടി ക്യാമറമാൻ സിബി പോട്ടോനോടൊപ്പം മുകേഷ് ലാൽ. കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പകൽ വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിന്റോ റെനി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, വാർഡ് മെമ്പർ പ്രമീള രാജൻ തുടങ്ങിയവർ സംസാരിച്ചു.
വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷോക്കേറ്റ കുട്ടിക്ക് സർക്കാർ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ചികിത്സാ ചിലവ് ഏറ്റെടുക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണ റിപ്പോർട്ടുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നും BJP ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അനാസ്ഥ കാണിച്ച പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് PTA കമ്മിറ്റി പിരിച്ചുവിടണമെന്നും BJP ആവശ്യപ്പെട്ടു. BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത്, സെക്രട്ടറി നിത്യാസാഗർ, ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് MA രാജു, വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുടയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ABVP പ്രവർത്തകർ മാർച്ച് നടത്തി. സർവകലാശാലാ ഭരണത്തിൽ സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആൽത്തറയിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R അശ്വതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി യദു കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. S അക്ഷയ്, അനയ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിൽ കുത്തിയിരിപ്പ് നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ജോലി നേടിക്കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ CMന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി നിയമനം കിട്ടുമെന്നും ആണെങ്കിൽ മാത്രമേ ഇവിടെ VC-മാരെ നിയമിക്കാമെന്നൊരു നിലപാട് ചാഴൂർ പഞ്ചായത്തിലെ ചിറക്കൽ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. CC മുകുന്ദൻ MLA റോഡ് തുറന്നു നൽകിയത്. ശോചനീയാവസ്ഥയിലായിരുന്നു പാലം. 90 ദിവസം മുഴുവനായി ഗതാഗത സൗകര്യമില്ലാതെ അടച്ചിട്ടാണ് നിർമ്മിച്ചത്. പാലത്തിന് മുകളിൽ കോൺക്രീറ്റ്, ടൈലിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ചിറക്കൽ ജുമാ മസ്ജിദ് ഖതീബ് നൂർദീൻ സഖാവി, ചിറക്കൽ സെന്റ് ആന്റണീസ് പള്ളി വികാരി ജിൻഡോ പേരെപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം കടവല്ലൂർ നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. കൊരട്ടിക്കര വട്ടമാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം പ്രവാസി സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PD അനിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം NA മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ UV അനിൽ, മോഹൻദാസ് എലത്തൂർ, ഏരിയ കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ 48 സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കാഞ്ചേരി RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ബാബുലയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോയ് പുത്തൻപീടിക ഫ്ളാഗ് ഓഫ് ചെയ്തു. സോൺ പ്രസിഡന്റ് ബഷീർ വെട്ടിക്കാട്ടിരി അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ മറ്റു സോണുകളിലെ ഭാരവാഹികളായ സൂരജ് മുണ്ടൂർ, ഫെബിൻ ഗുരുവായൂർ, സുന്ദരൻ ഷേർപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിനകത്ത് ഇത്തരത്തിൽ പോയിട്ടുള്ള വാഹനങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ കൊടുങ്ങല്ലൂർ നഗരസഭ 5ാം വാർഡ് വികസന സമിതിയും കൊടുങ്ങല്ലൂർ ആയുഷ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി മഴക്കാല രോഗപ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ ബീന, ഹിത എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വാണിജ്യം. ലോകത്തിലെ മുൻനിര ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡഡ് കമ്പനികളിലൊന്നായ സിവാമയുടെ തൃശൂരിലെ 2ാമത്തെ ഔട്ട്ലെറ്റ് കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. റിലയൻസ് ഗ്രൂപ്പിന്റെ മറ്റൊരു സംരംഭമാണ് സിവാമി. തൃശൂർ ഹൈലൈറ്റ് മാളിലെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച സിവാമിയുടെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം സ്റ്റാർ PVC പൈപ്പ് MD ലിഷ ബോബി നിർവഹിച്ചു. സിവാമി CEO ലാവണ്യ പച്ചീസിയ, സിവാമി ഫ്രാഞ്ചൈസി ഉടമ കാമാക്ഷി രാംകുമാർ, കുടുംബാംഗങ്ങൾ, സിവാമി കമ്പനി പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധതരം ലേഡീസ് ഇന്നർ വയറുകൾ, ലോങ് വെയറുകൾ, ഷേപ്പ് വെയറുകൾ, വയേർഡ് ആൻഡ് നോൺ വയേർഡ് തുടങ്ങി ലേഡീസ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9633367890. പ്രധാന വാർത്തകൾ വീണ്ടും.
പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ചത്. ഇത് ജനങ്ങളുടെ വിജയമെന്ന് ഹർജിക്കാർ. കോടാലി GLP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ ജിപ്സം ബോർഡ് കൊണ്ടുണ്ടാക്കി നിർമ്മിച്ച സീലിംഗ് പൂർണ്ണമായി നിലംപൊത്തി. അപകടമുണ്ടായത് പുലർച്ചെ, ഒഴിവായത് വൻ ദുരന്തം. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് കത്തിനശിച്ചു. ഒഴിവായത് വൻ ദുരന്തം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പുലിയുടെ ആക്രമണം. വീട്ടിലെ സിറ്റൌട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയാണ് പുലി ആക്രമിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.